ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ 2 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതിൻ്റെ ആൻസറാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 3 ടോപ്പിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദ്യത്തെയാണ് എന്ത് സിസ്റ്റോലിത്ത്. സിസ്റ്റോലിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ് എന്ത് സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. ഇത് മൊറേസിയ, ആർട്ടിക്കേസിയ അതുപോലെയുള്ള ചില ഡൈക്കോട്ടിലിഡനസ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് ഈ ഒരു സിസ്റ്റോലിത്ത് കാണുന്നത്. ഇത് ആക്ച്വലി എന്താണ്? സെൽവാളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ആ എക്സ്റ്റൻഷന് ചുറ്റും എന്തുണ്ടാവും? ആ എക്സ്റ്റൻഷനിൽ എന്തുണ്ടാവും? ഗ്രാനുലാർ ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റിൻ്റെ എൻക്രസ്റ്റേഷൻ ഉണ്ടാവും. ഗ്രാനുലാർ ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റിൻ്റെ എൻക്രസ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് സെൽവാളിൻ്റെ ഒരു ഇൻഗ്രോത്ത് ആണ്. സെൽവാളിൻ്റെ ഒരു ഇൻഗ്രോത്ത് ആണ് എന്ത് ഈ ഒരു സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ജനറയിലും ഓരോ ഷേപ്പിലായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. ഇനി ഫൈക്കസിൽ ഇതൊരു ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെയാണ് ഇത് കാണുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സെൽവാളിൽ സ്റ്റോക്ക് വന്നിട്ട് അതിൽ ഹാങ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ലൈക്ക് പ്രൊട്രൂബറൻസ് സെൽവാളിൽ നിന്ന് വരും. എന്നിട്ട് ആ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് അവിടെ ഡെപ്പോസിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് കാണിക്കാം. ഇതാണ് ഫൈക്കസ് ഇലാസ്റ്റിക്ക അല്ലെങ്കിൽ ഫൈക്കസ് ബംഗാളിയൻസിസിൽ കാണുന്ന സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് നമ്മൾ കണ്ടില്ലേ, ഒരു സെൽവാളിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അതിലെന്താണ് നമ്മുടെ കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഇതൊന്നെങ്കിൽ ഈ ഒരു സെല്ലിൽ കംപ്ലീറ്റ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രോത്ത് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇതിൻ്റെ ഓരോന്നിലും നമ്മൾ പറഞ്ഞു സൈസ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. റൂയേലിയ എന്ന് പറയുന്ന പ്ലാന്റിൽ കണ്ടോ, സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് കാണുന്നത്. കണ്ടോ, ഇതിലെങ്ങനെയാണ്? ഫൈക്കസിൽ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്പ് പോലെയാണ്. പിന്നെ മമോർഡിക്ക കറൻഷ്യ, അതായത് നമ്മുടെ ബിറ്റർ ഗോഡിൽ ഡബിൾ സിസ്റ്റോലിത്താണ് കാണുന്നത്. അതായത് 2 ബഞ്ച് പോലെയാണ് സിസ്റ്റോലിത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് സിസ്റ്റോലിത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട പോയിൻറ്റ്സ് ഒന്ന്, കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റലാണ്. പിന്നെ ഒരു സെൽവാളിൻ്റെ ഇൻഗ്രോത്ത് പോലെ വന്നിട്ട് അവിടെ കാൽഷ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വാരി ചെയ്യുന്നുണ്ട്. ഓരോന്നിലും ഓരോ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഫൈക്കസിൽ ഒരു ഗ്രേപ്സിൻ്റെ ബഞ്ച് പോലത്തെ ഷേപ്പിലാണ് ഈ ഒരു സിസ്റ്റോലിത്ത് കാണുന്നത്. മമോർഡിക്ക കറൻഷ്യ, അതായത് ബിറ്റർ ഗോഡിൽ ഡബിൾ സിസ്റ്റോലിത്താണ് കാണുന്നത്. ഇനി അടുത്തത് റാഫൈഡ്സ് ആണ്. സിസ്റ്റോലിത്ത് വെച്ച് നോക്കുമ്പോൾ റാഫൈഡ്സ് കാൽഷ്യം ഓക്സലേറ്റ് ആണ്. അത് തിന്നാണ്, ഇലോങ്ങേറ്റഡ് ആണ്, നീഡിൽ ലൈക്ക് ആയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ആണ്. ഇത് കാണുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സാക്ക് ലൈക്ക് സെൽസിലാണ്. അതിനെ നമ്മൾ റാഫൈഡ് സാക്സ് എന്നാണ് പറയുക. ഈ സാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? ഒരു ബണ്ടിലായിട്ടാണ് ഈ റാഫൈഡ്സ് കാണുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് റാഫൈഡ് ബണ്ടിൽ. ഇത് ബണ്ടിൽസ് പോലെയാണ് ഇത് പൊതുവേ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ റാഫൈഡ് ബണ്ടിൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും കോമൺ ആയിട്ട് കാണുന്നത് ഗെയിവിൻ്റെ ഒക്കെ ലീവ്സിൽ, ട്രാഡൻസ്കാൻഡിയൻ്റെ ഒക്കെ ലീഫിലും സ്റ്റെമ്മിലും, അതുപോലെ നമ്മുടെ കൊളാക്കേഷ്യൻ്റെ റൈസോമിലൊക്കെയാണ് ഈ റാഫൈഡ്സ് എന്ന് പറയുന്നത് കാണുന്നത്. ഇതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ചില റാഫൈഡ്സ് എന്ന് പറയുന്നത് ഇറിറ്റേറ്റിംഗ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റിനെ അനിമൽസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇറിറ്റേറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉള്ളത്. അത് നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന, അതായത് നമ്മൾ കഴിക്കുന്ന ഇതിനാണ് ഈ റാഫൈഡ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റാഫൈഡ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ആയി പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുക്കിങ്ങിന് ശേഷം ആ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് മാറും. ഓക്കെ, ഇപ്പോൾ കൊളക്കേഷ്യൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കുന്ന സമയത്ത് നമുക്ക് ചൊറിയും അല്ലേ, എന്നാൽ പിന്നീട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ. ഓക്കെ, അതാണ് റാഫൈഡ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, കാൽഷ്യം ഓക്സലേറ്റ് ആണ്, തിന്നാണ്, ഇലോങ്ങേറ്റഡ് നീഡിൽ ലൈക്ക് ആണ്. ജസ്റ്റ് അതിൻ്റെ ഫിഗറും കൂടി നോക്കാം. ഓക്കെ, ഇതാണ് റാഫൈഡ്സ് ബണ്ടിൽസ്. ഇങ്ങനെയാണ് റാഫൈഡ്സ് ഉണ്ടാവും, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ റാഫൈഡ് സാക്സ്, റാഫൈഡ് ബണ്ടിൽസ്. ആ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇത് ഇറിറ്റേറ്റിംഗ് ആണ്, ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് ആവും. ആ ഒരു പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഡ്രൂസസ് ആണ്. ഡ്രൂസസിന് ഒരുപാട് പേരുണ്ട്. സ്ഫൈറോ റാഫൈഡ്സ്, റോസെറ്റ്, ക്ലസ്റ്റർ ക്രിസ്റ്റൽ, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്. ഇത് ഗ്ലോബുലാർ അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ള നീഡിലേക്ക് കോമ്പൗണ്ടാണ്. മറ്റേത് ജസ്റ്റ് തിൻ ഇലോങ്ങേറ്റഡ് നീഡിലാണ്. ഇതെന്താണ്? ഗ്ലോബുലാർ ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള നീഡിലേക്ക് കോമ്പൗണ്ടാണ്.
ഇതെന്താണ്, ഇതും അതുപോലെ തന്നെ റാഫൈഡ്സ് പോലെ കാൽഷ്യം ഓക്സലേറ്റ് ആണ്. ഇത് റോസറ്റ് പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇതൊന്നെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഫ്രീ ആയിട്ടായിരിക്കും സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടായിരിക്കും കാണുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. യൂക്കാലിപ്റ്റസ്, നീറിയ, മിക്സോറയിലൊക്കെ ഈ ഒരു ഡ്രൂസസ് കാണുന്നുണ്ട്. അപ്പോൾ ഡ്രൂസസിൻ്റെ പിക്ചർ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഏകദേശം സിസ്റ്റോലിത്ത് പോലെയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് ഡ്രൂസസ് ഉണ്ടാവുക. ഒരു ഗ്ലോബുലാർ മാസീവായിട്ടുള്ള നീഡിൽ ലൈക്ക് ക്രിസ്റ്റൽസ് ആണ് കാൽഷ്യം ഓക്സലേറ്റിൻ്റെ. അപ്പോൾ ഇതാണ് ഡ്രൂസസ്. അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ സിസ്റ്റോലിത്ത്, റാഫൈഡ്സ്, ഡ്രൂസസ് ഈ 3 കാര്യങ്ങളാണ് നോക്കിയത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.